ഹലോ ഗൈസ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പുറത്താണ് ഉള്ളത്. എന്നാൽ ഏറ്റവും CPM-നും അല്ലെങ്കിൽ LDF-നും ഏറ്റവും വലിയ ശത്രുത തോന്നുന്ന ഒരാളാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും അവനോട്ട് പണിയൊന്നും കൊടുത്ത് ഈ പരുവത്തിൽ അവനെ വീട്ടിൽ ഇരുത്തുന്നുണ്ടായിരുന്നു. കാരണം ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും പവറിലാണ് ഇപ്പം അവൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇലക്ഷന് മുമ്പാണെങ്കിലും ഇലക്ഷന് ശേഷവും ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ രാഹുലിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷന് മുമ്പ് സമയത്തായിട്ട് ഈ LDF-ൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. അതിൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് 40 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ആയിരുന്നു ഓരോന്നിനും. അതുപോലെ തന്നെ എൻ്റെ റിയാക്ഷനും കമൻസും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ കമൻസിനൊക്കെ എതിരെ LDF-ലെ സഖാക്കളും അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളും ഒക്കെ ചേർന്ന് പറഞ്ഞത് ഇതെല്ലാം PR വഴി ക്യാഷ് കൊടുത്ത് ഇറക്കിയ കമൻറ്റുകളാണ്. ഇത് വരുന്നത് ചൈനയിൽ നിന്നും അതുപോലെ തൈവാനിൽ നിന്നൊക്കെയാണ്. അപ്പം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തും പുള്ളി പറഞ്ഞ് കാര്യങ്ങൾ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ, ഈ കമ്മികളെ. അതായത് അവൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോസ് വെച്ചിട്ട് അവൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചില്ലായിട്ടിരിക്കുമ്പോഴാണ് CPM പുതിയൊരു നുണബോബുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ CPM-ന്റെ കുറച്ച് സൈബർ കീടങ്ങൾ അവർ ഫേസ്ബുക്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ്, ആ വീഡിയോസിന് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വന്ന ലൈക്കുകളാണ്. നമുക്ക് അവിടെയും പിടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അവരുടെ ഒരുതരം മോങ്ങലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം മൈൻഡാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ കൃമികീടങ്ങൾക്ക് മറുപടി കൊടുക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വളരെ പുച്ഛത്തോടെ കേട്ടോ സംസാരിക്കുന്നത്. കൃമികീടങ്ങളെന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഇവൻ്റെ മുമ്പിൽ എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഓൾറെഡി തോറ്റുപോയെന്ന് തോന്നുന്നു. കാരണം ഇവൻ പറയുന്ന ക്ലിയർ ആയിട്ടുള്ള കണക്കുകൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ഓരോ പരിപാടികളായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി കൂടെ. വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മലയാളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വാർത്തയായിട്ട് വന്നു. എല്ലാ ചാനലിലും കാണുമല്ലോ ഈ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഈ സൈബർ കൃമികീടം അവർ ചെയ്ത പണിയായിരിക്കാം. ബോധ്യപ്പെട്ട ചാനലുകളെല്ലാം വാർത്ത പിൻവലിച്ചു. ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നത് ഒന്ന് കൈരളിയിലും പിന്നെ കൈരളി പ്രോമാക്സ് ആയ ന്യൂസ് മലയാളത്തിലുമാണ്. കൈരളി വരുന്നതെല്ലാം സത്യമായതുകൊണ്ട് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേകത പറയാം. ഇത്തരത്തിൽ കൃത്രിമമായിട്ട് വ്യൂവർഷിപ്പ് ഉണ്ട് ഈ യൂട്യൂബിൽ എന്നതിന്റെ പേരിൽ യൂട്യൂബ് 2 ദിവസം ബാൻ ചെയ്ത ചാനലാണ് ഈ മാധ്യമ സ്ഥാപനം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ നല്ല യോഗ്യതയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം മറക്കരുത് നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ. അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ആളുകൾ വന്നതെന്നാണ്. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് കേരളത്തെ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരും മാക്സിമം തകർത്തത് എന്നതിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 30-40 ലക്ഷം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഇലക്ഷനെയൊക്കെ നല്ലോണം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെയാണ് സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ അവകാശപ്പെടുന്നത് നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ലൈക്കിന്റെ പാർട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM-മാരെ പോലെ ലൈക്ക് ഉണ്ടല്ലേ, അവരൊരു നുണബോംബിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നേ ഉള്ളൂ. ലൈക്കിന്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിന്റെ ലവ് റിയാക്ഷന്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷന്റെ പാർട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല. CPM-കാരുടെ കുറച്ച് ഫേക്ക് IDs ഉണ്ട്, അതുപോലെ സാരില്ല. പക്ഷേ കെയറിലേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാർ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ, പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ റേസ്. ആരാ ഇവരൊക്കെ? എനിക്ക് വെറൈറ്റി പേരുകൾ ഉൾപ്പെടെയാണ് വരുന്നത്. അതായത് ചൈനക്കാരെ പോലെ തന്നെയുള്ള പേരുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ റിയാക്ഷൻസ് എല്ലാം വന്നത്. അപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ തൊട്ട് താഴത്തെ പോസ്റ്റ് നോക്കി. അതിനകത്ത് റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഇവരവിടെ ഇല്ല. അതിന് തൊട്ട് താഴത്തെ പോസ്റ്റ് എടുത്ത് നോക്കി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റും അവിടെയും ഈ ചങ്ങാതിമാരില്ല. അതിന് താഴെ CPM-മാർ സ്വർണ്ണം കെട്ടതിനെ പറ്റി എഴുതി പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് ഈ ചങ്ങാതിമാരും വന്നില്ല. അതിന് താഴെ വയനാട് ഫണ്ട് കളക്ഷനെ പറ്റി പോസ്റ്റ് ഉണ്ട്, ഇരുണ്ട കാലത്തെ പറ്റി പോസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈസ്റ്റർ ആശംസയുണ്ട്, പിന്നെ വയനാട് ഫണ്ട് കളക്ഷൻ സർക്കാർ അടിച്ചു മാറ്റിയതിനെ പറ്റി പിന്നെ പോസ്റ്റുകളുണ്ട്, പിന്നെ SDPI CPM ധാരണയെ പറ്റി പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകളിലൊന്നും പോട്ടെ, ഏറ്റവും റിയാക്ഷൻസ് ഉണ്ടായ 2,15,000 ആളുകൾ റിയാക്ട് ചെയ്യുകയും ഏതാണ്ട് 42 ലക്ഷം ആളുകൾ കാണുകയും ചെയ്ത പോസ്റ്റ് എടുത്ത് വളരെ വിശദമായിട്ട് നോക്കി. അവിടെ നമ്മുടെ ഈ ചൈനക്കാരും തായ്ലൻഡുകാരും ഒന്നും വന്നില്ല. ഈ കമ്മിക്കൂട്ടങ്ങൾ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണെന്ന് അറിയത്തില്ല. കാരണം സ്വാഭാവികമായിട്ടും ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അവന് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ അവൻ്റെ മിക്ക വീഡിയോയിലും ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അതിപ്പോൾ ഒരൊറ്റ വീഡിയോ മാത്രം ഇത്രയും കൊണ്ടുവന്നിട്ട് അതൊരു ന്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരേ സമയം ഈ കമൻറ്റോ അല്ലെങ്കിൽ റിയാക്ഷനോ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇത് സൈബർ ഗുണ്ടകളുടെ ആക്രമണം മൂലമാണെന്ന്. അപ്പോൾ അതാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. അവർക്കെന്തേ അങ്ങോട്ടേക്ക് മാത്രം വിസ കിട്ടിയില്ല എന്നാണോ? അപ്പോൾ ഒറ്റ പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഇപ്പോൾ CPM-കാർ ഏതൊക്കെയോ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിപ്പിച്ചിട്ട് അപ്പോൾ അവർ വളരെ കൃത്രിമമായിട്ട് നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ രീതിയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ പറയുന്ന കാര്യത്തിന്റെ ആശയത്തിന്റെ ഒരു കാമ്പ് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊരു കാലം മുഴുവൻ സംഘിച്ചാപ്പ കുത്തുകയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും സംഘപരിവാറിനോട് ഒരു മൃദു സമീപനമെങ്കിലും കാണിച്ചിട്ടുള്ള ഒരാളല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ സെക്കുലർ ഡൊമൈനാണ്, സ്റ്റേറ്റസ് ആണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത വീഡിയോസ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, CPM-ൻ്റെയാണ് ഏറ്റവും നല്ല സൈബർ ടീമുള്ളത് എല്ലാ കാലത്തും. അപ്പോൾ അവർക്ക് ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർ ഒരു കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും അതിനെ മാക്സിമം ഷെയർ ചെയ്തു അല്ലെങ്കിൽ മാക്സിമം ഹൈപ്പ് ചെയ്ത് എല്ലാവരും എത്തിക്കാനായിട്ട് ഏറ്റവും മിടുക്കനാണ് CPM-കാർ. അപ്പോൾ അവരുടെ ആ ഒരു കഴിവാണ് ഇവനിപ്പം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വ്യൂവർഷിപ്പ് കിട്ടിയപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, നാട്ടുകാരല്ല കണ്ടത്, ചൈനക്കാരും തായ്ലൻഡുകാരുമാണ് കണ്ടതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഈ CPM-ന്റെ PR ചെയ്യുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഈ മുജ്ജന്മത്തെ ശത്രുക്കളാണ് ജന്മത്തിൽ മക്കളാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇതാരെ പറ്റിയാണെന്നറിയോ? നമ്മുടെ നികേഷ് കുമാറിനെ പറ്റിയാണ് പറയുന്നത്. അതായത് റിപ്പോർട്ടർ ചാനലിലൊക്കെ വിട്ടിട്ട് ഇപ്പം CPM-ൻ്റെ ഈ സൈബർ ടീമിൻ്റെ തലവനായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പുള്ളിനെയാണ് കൂട്ടുന്നത്. പൊളിറ്റിക്കൽ എത്ര കറക്റ്റ് ഒന്നുമല്ല എങ്കിലും ചില മക്കൾ മുജ്ജന്മത്തിലെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് CPM-ന്റെ പ്രചരണ രീതി. അവനെ ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ ഇനി ആ ചങ്ങാതിയോട് പറയുന്നത്, CPM-കാർ എന്തായാലും പ്രചരണം നടത്താൻ കുറച്ച് പൈസ തന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി എല്ലാ പോസ്റ്റിലും ചെയ്താൽ ഇതിന് കുറച്ചും കൂടെ വിശ്വാസം ഉണ്ടാകും. ഒറ്റ പോസ്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളുടെ നുണബോംബിനെ വളരെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയില്ലേ? ഇനിയും ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്തതാണെങ്കിൽ ഈ പോസ്റ്റുകളുടെയൊക്കെ ഇൻസൈറ്റ് ഞാൻ കാണിക്കാം. അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഇത് നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ സർക്കാരിന്റെ കൊള്ളരുതായ്മയെ പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ കണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അത് പോട്ടെ, ഇനി നിങ്ങളുടെ അവകാശവാദം എന്താണ്? ഈ കെയർ ഇമോജിയിൽ വന്ന ഈ തായ്ലൻഡുകാരും ഈ മലേഷ്യക്കാരും ഈ ചൈനക്കാരും ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഇത് വയനാട് ഫണ്ട് വെട്ടിച്ചതാണെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചലഞ്ച് പറയാം. വയനാട് ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനോ യൂത്ത് കോൺഗ്രസോ ഒരുപാടൊന്നും വേണ്ട, ഒരു ചില്ലി കാശ് വക മാറ്റിയെന്ന് തെളിയിച്ചാൽ കടം ഇത് ഓൾറെഡി നേരത്തെ തന്നെ ഇവൻ പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ ഇതൊന്നും വെട്ടിച്ചിട്ടില്ല. കൂടുതൽ വെട്ടിച്ചിട്ടും DYFI ആണ്. അവർക്ക് കുറേ ക്യാഷ് കൊടുത്തിട്ട് ചെക്ക് മാത്രം കൊടുത്തു, പേയ്മെൻറ്റ് കൊടുത്തില്ല, അതിൻ്റെ പലിശ ഉൾപ്പെടെ അവർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച സംഭവമാണ്. വീണ്ടും ഇവനെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് എന്തിനാണ് നാണം കെടുത്ത് നിങ്ങൾ? ഒന്നും നോക്കണ്ട, 1 കോടി രൂപ അത് തെളിയിക്കുന്നൊക്കെ തരും. ഞാൻ കാശ് കൊടുത്തിട്ട് ലൈക്ക് വാങ്ങിയതാണെന്ന് പറയുന്ന CPM-ന്റെ സൈബർ ക്രിമിനലുകൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മിസ്റ്റർ പിണറായി വിജയൻ, കേരളത്തിന്റെ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അതിന്റെ കെയർ സെക്ഷനിലേക്ക് ഞാൻ എടുത്തു നോക്കി. നുവാൻ ഹ്വാങ്, മസ്വാൻ ബാലി, ക്വാൻ നുഹു, വാച്ച് വാൻ, റഹീം ഖ്വാൻ. അതായത് ഇവന് കമന്റ് ഇട്ടവരൊക്കെ തന്നെ പിണറായിയുടെ പോസ്റ്റും വന്ന് കമന്റ് ഇട്ടുണ്ട്. അപ്പം നികേഷ് കുമാറിന്റെ PR വർക്കിന്റെ ഒരു പവർ നോക്കിക്കോണേ, എന്ത് മണ്ടൻ വർക്കാണ് ചെയ്യുന്നല്ലേ. ഇവരൊക്കെ നമ്മുടെ പയ്യോളി ഏരിയ കമ്മിറ്റിയിലെ സഖാക്കന്മാരായിരിക്കും. പിന്നുണ്ട് മെഷാക് സമാറോ, റാൻ, നയിം ജി, സെൽസിക്കി, ഇവരൊക്കെ നമ്മുടെ മയ്യിൽ സഖാക്കന്മാരായതുകൊണ്ട് കുഴപ്പമില്ല. ദേ ചൈനക്കാര്, ദേ തായ്ലൻഡുകാര്. മൂപ്പര് പിന്നെ വിശ്വ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ, ലോകമാകെ കമ്മ്യൂണിസം ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ ലൈക്ക് വരുന്നതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ കാശ് കൊടുത്തിട്ടാണ് ഈ ലൈക്ക് വാങ്ങുന്നെങ്കിൽ പിണറായി വിജയൻ ഈ ലൈക്കൊക്കെ വാങ്ങിയത് എവിടുന്നാണ്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ പൈസ വെട്ടിച്ചിട്ടുള്ള പണം, ആ പണം എടുത്തിട്ടല്ലേ ലൈക്ക് വാങ്ങിയത്? അതോ ഇതിൽ കൂടുതലൊന്നും പൊളിച്ചെടുക്കാനായിട്ട് ഇവൻ്റെ ഇല്ല. നിങ്ങൾ എന്തിനാണ് സഖാക്കളെ ഇത്രയും കിടന്ന് നാറുന്നത്? ചെയ്യുന്ന പണി വൃത്തിയായിട്ടെങ്കിലും ചെയ്യരുതോ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.